എത്യോപ്യയിലെ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ എത്തിയ കരിമേഘ പടലങ്ങൾ ഇന്ത്യയിൽ നിന്നൊഴിയുന്നു. ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഡൽഹിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമാണ് കരിമേഘ പടലം എത്തിയത്. 12,000 വർഷം നിർജീവാവസ്ഥയിലായിരുന്ന ശേഷമാണ് എത്യോപ്യയിലെ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. എത്യോപ്യയിലെ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു പിന്നാലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കട്ടിയുള്ള ചാരം ചെങ്കടൽ കടന്ന് വടക്കൻ അറബിക്കടലിലേക്ക് വ്യാപിച്ചു. ഹൈലി ഗുബി എന്ന് പറയുന്ന ഈ സ്ഥലം അഫാർ റീജിയൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തുള്ളതാണ്. ഇത് ഈ ഒരു വാൽക്കോനോ, ഇതൊരു ഷീൽ വാൽക്കോനോ ആയിരുന്നു. അതിന്റെ അടുത്ത് തന്നെ മറ്റുള്ള വാൽക്കോനോസ് ഉണ്ട്. അഫാർ റീജിയൻ വാൽക്കോനോസ് ഉള്ള ഒരു ഷീൽ വാൽക്കോനോസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ അധികം ആളുകൾ താമസിച്ചില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചതായിട്ട് അറിവില്ല. ചാരമേഘത്തിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ രാജസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തി. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ പടർന്നു. അഗ്നിപർവ്വത ചാരം വിമാന എഞ്ചിനുകൾക്ക് ഗുരുതരമായ തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ DGCA വിമാന കമ്പനികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് എയർ ഇന്ത്യയുടെ 4 സർവീസുകൾ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്കടക്കമുള്ള സർവീസുകൾ മുടങ്ങിയിരുന്നു. മേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നതായും വൈകിട്ട് 7:30 ചാരമേഘങ്ങൾ ഇന്ത്യയിൽ നിന്നും ഒഴിയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചാരമേഘങ്ങൾ 2500 അടിക്ക് മുകളിലായതിനാൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായു ഗുണനിലവാരത്തെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. കെനിയയിൽ നിന്ന് ഷെറി യോഹന്നാനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.